മക്കളെ ഈ ചോദ്യം മറക്കണ്ട, വേഗം നോക്കി വെച്ചോ, നാളത്തെ എക്സാം പേപ്പറിലുണ്ടാവും. കാരണം ഇതാണ് ചോദിക്കുന്നത്, മാധ്യമങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അഥവാ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കും. മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ എക്സാമിന് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ JCR എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കോളി എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. കമ്മ്യൂണിക്കേഷൻ ട്രഡീഷണൽ മീഡിയയിൽ എന്താണ്, 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്, അഥവാ എന്താണ് ഏകദിശ ആശയവിനിമയമാണ്. പക്ഷെ നിങ്ങൾ ന്യൂ മീഡിയ നോക്കിയേക്ക് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം നിങ്ങൾക്ക് റേഡിയോ ആയാലും ബാക്കിയുള്ളതൊക്കെ ആയാലും 1 വേ ഉള്ളൂ, ഒറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു എത്തുമ്പോൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ ഒക്കെ എന്താണ് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. മാത്രമല്ല ഇന്ററാക്ഷനോ ഇവിടെ ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ ഇവിടെ എന്താണ് ഹൈ ഇന്ററാക്ഷൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും മനസ്സിലാക്കിക്കുക. ഇവിടെ ഫിസിക്കൽ ഫോമിലേക്കും ഇവിടെ ഡിജിറ്റൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആണ്, ഇവിടെ ക്രിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും മനസ്സിലാക്കിക്കുക. മാത്രമല്ല ഇത് അവൈലബിൾ ഓൺ ടൈം ലൊക്കേഷൻ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടോ, നമ്മളെ 2 വേ കമ്മ്യൂണിക്കേഷൻസ് അതുണ്ടോ, അതോ ന്യൂ മീഡിയയിൽ ഉണ്ടോ? ഇല്ല, അവൈലബിലിറ്റി ഇന്റർനാഷണൽ വിത്തൗട്ട് ലിമിറ്റേഷൻ ഫോർ അലൊക്കേഷൻ. അപ്പൊ എന്റെ മക്കളെ ഇത് പഠിച്ചു വെച്ചോ, ഇത് എന്തായാലും മക്കൾക്ക് വന്നിരിക്കും.